പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 21/5/2026 ദിവസത്തിൽ ബുക്ക് ചെയ്ത ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഞാൻ ബ്ലോഗ് ചെയ്യുമ്പോൾ ഇപ്പോൾ സമയം 22/5/2026 രാവിലെ 2 മണി. ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് പ്രേക്ഷകർ എൻ്റെ അടുത്ത് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാർക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയുകയാണ്. 98% പ്രേക്ഷകർ സാധാരണ മനുഷ്യരാണ്. 98% പ്രേക്ഷകർ സാധാരണ മനുഷ്യരാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രികളിൽ, അതിൽ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യ, ഭാരതത്തിൽ അവർ കുടുംബ ബന്ധങ്ങളുടെ ഇമോഷനുമായിട്ട് ജീവിക്കുകയും അതിൽ തന്നെ രസകരമായിട്ടൊരു സംഭവം ഇതിനകത്തുണ്ട്. പുരുഷനെടുക്കുന്ന ഒരു എഫോർട്ട്, ആ എഫോർട്ടിൻ്റെ കാതലായ വശം ചൂണ്ടിക്കാണിക്കുകയും എന്ന് പറഞ്ഞാൽ ആ എഫോർട്ടാണ് വേണ്ടത്, ചൂണ്ടിക്കാണിക്കുകയും ചെയ്യപ്പെടുന്ന രീതിയിൽ എടുക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് ദൃശ്യം 3. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 98% പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദൃശ്യം 3. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ലോക എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് ഭേദിക്കാം. ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ റെക്കോർഡ് ദൃശ്യം ഭേദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളും ബ്ലോഗ് ചെയ്യാതിരിക്കുക. കാരണം അതാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ബേസ്. കാരണം 98% വരുന്ന നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിന്റെ, കുടുംബത്തിന്റെ, ജീവിതത്തിന്റെ പശ്ചാത്തലത്തെ ആസ്പദമാക്കി നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അത് എങ്ങനെ പ്രേക്ഷകന്റെ ബ്രെയിനിലോട്ട്, ഹാർട്ടിലോട്ട്, ബോഡി എഫോർട്ടിലോട്ടൊക്കെ പൾസ് ചെയ്യപ്പെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ക്ലിക്കാവും എന്നുള്ള രീതിയിൽ എടുക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് ദൃശ്യം 3. അതുകൊണ്ട് തന്നെ ലോക എന്ന് പറയുന്ന ചിത്രമായിട്ട്, ആ റെക്കോർഡോട്ട് ഒരാളും ഇതിനെ കമ്പയർ ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ലോക എന്ന് പറയുന്ന ചിത്രം ഒരു പരീക്ഷണ ചിത്രമാണ്, ഒരു ഇമാജിനേഷൻ ചിത്രമാണ്. ഒരു പഴയകാല ചിന്താഗതിയിൽ നിന്നും പുതിയ കഥ ഉടലെടുത്തിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി വേർഷനിലുള്ള ഒരു ആനിമേഷൻ ഫിലിം പോലെ എന്ന് പോലും പറയാം. അപ്പൊ ആ സിനിമ, ലോക സിനിമ ഒരു വ്യത്യസ്ത സിനിമയാണ്. ആ സിനിമ ഇട്ടിരിക്കുന്ന റെക്കോർഡ് ദൃശ്യം 3 ഭേദിക്കാൻ സാധ്യത ഉണ്ടെന്നല്ല, അത് ഭേദിക്കും എന്ന് തന്നെയാണ് ഇന്നത്തെ എൻ്റെ തിയേറ്റർ പൾസിൽ നിന്ന് മനസ്സിലാക്കിയത്. ഞാനാണ് പറഞ്ഞത് 98% തിയേറ്ററിൽ വരുന്ന, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടാതിരിക്കുന്ന സാധാരണ മനുഷ്യർ നിരന്തരമായിട്ട് യൂട്യൂബിൽ കൂടിയും ഇതിന്റെ OTT ചാനലിൽ കൂടിയും കണ്ടിന്യൂസ് ആയിട്ട് പല ചാനലുകളിൽ മാറി വരുന്ന സിനിമ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടും ആ ഒരു പൾസ് വല്ലാതെ ഫീൽ ചെയ്തത് കൊണ്ടും, പിന്നെ സാധാരണ ജീവിതം നയിക്കുന്ന 98% ജനത്തിന്റെ ജീവിതവുമായിട്ട് ഇത് നന്നായിട്ട് പൾസ് ചെയ്യപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടും ഈ സിനിമ ഒരു മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ 500 കോടി കളക്ട് ചെയ്യുന്ന ചിത്രമായി മാറപ്പെടാം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ ട്വീറ്റ് ചെയ്തു, മാറണം. 300 കോടി ലോകയെ ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ പ്രേക്ഷകരെടുത്ത് പറയുന്നത് 310 കോടി എന്ന് പറയുന്ന സിനിമ ലോക എന്ന് പറയുന്ന ചാപ്റ്റർ 1 ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആഘോഷിക്കരുത്. എങ്കിൽ നമ്മൾ മണ്ടന്മാരായിട്ട് മാറും. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ മോഡലിൽ നിൽക്കുന്ന സാധാരണ ജനത്തിന്റെ 98% ജനത്തിന്റെ സിനിമയാണ്. ലോക ഒരു സിനിമ, അത് വേറൊരു ഇമാജിനേഷൻ ലോകത്തിൽ നമ്മുടെ പരമ്പര പഴയ കാലമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ്. രണ്ടുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ദൃശ്യം 3 ലോകയെ ക്രോസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് മലയാള ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ 1000 കോടി ചിത്രമായിട്ടത് മാറണം.
ഇല്ലെങ്കിൽ ഒരിക്കലും ലോക എന്ന് പറയുന്ന ചിത്രത്തിന് ബ്രേക്ക് ഈവൻ ആവില്ല. ലോക എന്ന് പറയുന്ന ചിത്രത്തിന് 310 കോടി രൂപയുടെ ബ്രേക്ക് ഈവൻ ആവില്ല ദൃശ്യം. 500 കോടി രൂപ കളക്ട് ചെയ്തിട്ട് സാറ്റലൈറ്റും എല്ലാം കൂടെ ചേർത്തിട്ട് ലോക ഇത് ക്രോസ് ചെയ്ത് മോഹൻലാലിന്റെ ഈ ചിത്രം, ജോർജ് കുട്ടിയുടെ ചിത്രം, മോഹൻലാലിന്റെ ചിത്രം എന്ന് പറയുന്നില്ല, ശരിയല്ലല്ലോ, 3 പാർട്ടായില്ലേ. ജോർജ് കുട്ടിയുടെ ഈ ചിത്രം മുന്നോട്ട് പോയാൽ പോലും 1000 കോടി കളക്ട് ചെയ്താൽ മാത്രമാണ് 1000 കോടി രൂപ. നമ്മുടെ തിയേറ്റർ കളക്ഷൻ അല്ല, തിയേറ്റർ കളക്ഷൻ 500 കോടി വന്നാൽ മതി. മറ്റ് എല്ലാ പ്രാവശ്യം കൂടെ 1000 കോടി മലയാളത്തെ കൊണ്ട് എത്തിക്കാൻ പറ്റിയാൽ മാത്രമാണ് ലോക എന്ന് പറയുന്ന സിനിമയായിട്ട് ഇതിന് നമുക്ക് ഒരു കമ്പയർ സ്റ്റഡി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാവണമെന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയണത്, മോഹൻലാൽ എന്ന് പറയുന്ന നടന വിസ്മയം, ജന്മദിനാശംസകൾ. അദ്ദേഹത്തിന്റെ നടന വിസ്മയം, അദ്ദേഹം ഒരു നടന വിസ്മയം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള പാഷൻ, അദ്ദേഹം എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടായിരിക്കും നിരന്തര സിനിമയിൽ ഇത്തരം സിനിമ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നത്. ഫാമിലി സ്ട്രഗിളിങ്, പിന്നെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ സൈബർ സ്ട്രഗിളിങ്, മൂന്നാമത് പറയുന്നത് മെന്റൽ സ്ട്രഗിളിങ്, നാലാമത് പറയുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് പറയുന്നത് മുന്നോട്ട് പോകാൻ നയിക്കുന്ന ലക്ഷക്കണക്കിന് കോടി പേരിൽ ഒരേ ഒരാൾ എന്നുള്ള കണക്ക്. ലക്ഷക്കണക്കിന് കോടിപ്പേരിൽ ഒരേ ഒരാൾ എന്ന് പറയുന്നത്, ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നു, ജനങ്ങൾ പലവിധം അവരവരുടെ അഭിപ്രായം പറയും. നിങ്ങൾ വിജയിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് കൈകൊട്ടും, നിങ്ങൾ തോക്കുമ്പോൾ നിങ്ങൾ എഴുതിത്തള്ളും, പിന്നെയും വിജയിക്കുമ്പോൾ വീണ്ടും കൈതൊട്ടും, പിന്നെയും തോക്കുമ്പോൾ എഴുതിത്തള്ളും. ഇതൊക്കെ ജനത്തിന്റെ ഒരു പ്രതിഭാസം മാത്രമാണ്. അത് സാധാരണ, അതാണ് പറഞ്ഞത്, ആ 98% ജനങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെ ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ചിത്രമാണ് ദൃശ്യം. അതുകൊണ്ടാണ് പ്രേക്ഷകർ ആദ്യം പറയട്ടെ, നിങ്ങൾ ആദ്യം പോയിട്ട് ഈ സിനിമ കാണേണ്ടത് OTT കാണരുത്, മൊബൈലിൽ നിന്ന് കാണരുത്, പലരും ബ്ലാക്ക് പ്രിന്ററാക്കും കാണരുത്. നിങ്ങൾ കുടുംബമായിട്ട് പോയിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. കുടുംബമായിട്ട് പോയിട്ട് തിയേറ്ററിൽ തന്നെ കാണണമെന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രേക്ഷകരെല്ലാവരും വിചാരിക്കും ദൃശ്യ സിനിമയുടെ ഒരു വല്ലാത്ത പൾസിനെ ബേസ് ചെയ്തിരിക്കുകയാണെന്ന്. പക്ഷെ ഞാനൊരിക്കലും അത് പറയില്ല. ഒരു പുരുഷൻ എങ്ങനെ കുടുംബത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യും, അത് കാണാനാണ് നിങ്ങൾ ദൃശ്യം പാർട്ട് 1 കണ്ടില്ലേ. നിങ്ങൾ ക്രൈം ത്രില്ലറായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഞാനൊരിക്കലും ഇതൊരു ക്രൈം ത്രില്ലറായിട്ട് കണക്കാക്കിയിട്ടില്ല. എനിക്കങ്ങനെ കണക്കാക്കാൻ ദൃശ്യ സിനിമ കാണാൻ പറ്റില്ല. കാരണം ഞാൻ റിലീസിന്റെ അന്ന് തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത എൻ്റെ വളരെ റയർ പടങ്ങളിലൊന്നാണ് ദൃശ്യം 3. ദൃശ്യം 2 അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ കാര്യം. അതാണ് ഒരാൾ, ഒരു പുരുഷൻ കുടുംബത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെയാണ്. കാരണം ദൃശ്യം 2 OTT പറഞ്ഞു, ദൃശ്യം 1 തിയേറ്ററിൽ ഒന്ന് ക്ലിക്ക് ആവുന്നു, തിയേറ്ററിൽ പോയി കാണുന്നു. പക്ഷെ ദൃശ്യം 3 കാണാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഒരു പുരുഷൻ എങ്ങനെ സ്ട്രഗിൾ ചെയ്യപ്പെടുന്നു, എന്തുമാത്രം റിസ്ക് എടുക്കുന്നു കുടുംബത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ലോകം മൊത്തവും നടക്കുന്ന കാര്യമാണ്. പിന്നെ അതിൽ തന്നെ നമ്മൾ ഈ ഭാരത സംസ്കാരത്തിൽ, ഈ ഭാരതം എന്ന് പറയുമ്പോൾ ഏഷ്യൻ സംസ്കാരത്തിൽ, ഭാരതം തുടങ്ങിയിട്ട് ഏഷ്യൻ സംസ്കാരത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് കുറച്ചുകൂടെ പവർ ഓഫ് ലെവൽ കൂടുതലുണ്ട്. അത് നമ്മൾ പാരമ്പര്യമായിട്ടോ അങ്ങനെ ജനിച്ചോട്ടൊക്കെ വന്നതായിരിക്കാം. ഇങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ പുരുഷന്മാരെടുക്കുന്ന സ്ട്രഗിളിങ്, ഇപ്പോഴത്തത് 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്, 100 വർഷം മുമ്പ്, ഇതിലൊക്കെ എടുക്കുന്ന പുരുഷനെടുക്കുന്ന സ്ട്രഗിളിംഗ് ഉണ്ട്. അത് ഓവർ ഹൈപ്പാണ്, ഓവർ ഹൈപ്പ് തന്നെയാണ്. അങ്ങനെ ഓവർ ഹൈപ്പ് എന്ന് പറയുന്നത് അത്രയും എടുക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അത്രയും ലോഡ് എടുത്തുകൊണ്ട് സമൂഹത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്നൊരു ചേഞ്ച് വരുന്നത്. ഒരു 15-20 വർഷമായിട്ട് സ്ത്രീകൾക്ക് സമൂഹത്തിലിറങ്ങി പണിയെടുക്കാൻ പറ്റുന്ന ഒരു ലെവല്, ഒരു ഫ്രീഡം വരുന്നു. നമ്മുടെ ഏഷ്യ സംസ്കാരത്തിൽ, USA സംസ്കാരത്തിൽ 2ാം ലോക മഹായുദ്ധത്തിലാണ് ഇതുണ്ടാവുന്നത്. USA സംസ്കാരം എന്ന് ഞാൻ പറയണത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ ഇതൊക്കെ തന്നെയായിരുന്നേ അവസ്ഥ, യൂറോപ്പിൽ ഇത് തന്നെയായിരുന്ന അവസ്ഥ. പക്ഷെ 2ാം ലോക മഹായുദ്ധത്തെ കാലത്ത് സ്ത്രീകൾക്ക് കൂടുതൽ കോർഡിനേഷൻ കിട്ടി. അവരവിടെ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ഇപ്പോൾ അത് നമ്മുടെ ഏഷ്യ സംസ്കാരത്തിലോട്ട് കടന്നു വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ്
ദൃശ്യം എന്ന് പറയുന്ന സിനിമ പുരുഷനിൽ ക്രോഡീകരിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ എഫേർട്ട് ഞാൻ നിങ്ങളുടെ പറയുന്നത്. ഒരു പുരുഷൻ സ്ട്രഗിൾ ചെയ്യുന്ന രീതി ഇപ്പോഴും ഏഷ്യയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ചുകൂടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുന്നു, പുരുഷനും സ്ത്രീ ഈക്വലാവും. അതിന് നല്ല വിദ്യാഭ്യാസം നേടണം. വിദ്യാഭ്യാസം നേടി എല്ലാവരും അവരവരുടേതായ കാലിൽ സ്വന്തം ജോബും സ്വന്തം കാര്യങ്ങളോട് നിൽക്കണം. അതിൽ ഇൻകം വേണം. ഇൻകം ഒക്കെ വന്ന് ഒരാളെ സ്റ്റെബിൾ ചെയ്തിട്ട് അമിതമായി മതവിശ്വാസവും അമിതമായിട്ട് ഇല്ല എങ്കിൽ മതവിശ്വാസം ദൈവവിശ്വാസം ഒക്കെ അമിതമായിട്ട് മാറുകയും അത് ചിന്തിക്കുന്ന ഒരു പുതിയ ജനറേഷൻ എത്തുന്നുണ്ട്. അത് ദൃശ്യ സിനിമയിൽ മോഹൻലാലിന്റെ രണ്ടാമത്തെ മകൾ റെഗുലറായിട്ട് പറയുന്നുണ്ട്. മോഹൻലാലിന്റെ ജോർജ് കുട്ടിയുടെ രണ്ടാമത്തെ മകൾ റെഗുലറായിട്ട് പറയുന്നുണ്ട്. അത് ഈ സിനിമ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണ്. അത് കുറച്ചുകൂടെ ഒരു 15-20 വർഷം കഴിയുമ്പോൾ കുറച്ചുകൂടെ ടോപ്പിലെത്തും. അപ്പോഴ് ഈക്വലേഷൻ വരും. അല്ലെ, ഈക്വലേഷൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അടിച്ചമർത്തലിൽ കൂടി മറ്റൊന്നുമല്ല. എല്ലാവരും അധ്വാനിക്കുക, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാവരും അവരവരുടേതായ ലോകത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് രാജ്യത്തിന് ഗുണമാകുക, അത് പിന്നെ ലോകത്തിന് ഗുണമാകുക. അങ്ങനെ വരുമ്പോഴാണ് എത്തുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതെങ്ങനെ പഴയ കാലത്തെത്തിയെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈക്വലേഷൻ എത്തുക, ആ ഒരു സ്റ്റേജിൽ എത്തിയതിനു ശേഷം അതിനെയും കഴിഞ്ഞ് ഓവർകം ചെയ്തു പോവുക. ആ ഒരു നിലയിലെത്തുമ്പോഴാണ് പ്രേക്ഷകർ സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് മാറും. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് എത്താൻ ഇനി ഒരു 15-20 വർഷം കൂടെ ഏഷ്യയിൽ ഒരു 90% രാജ്യങ്ങളും കാത്തിരിക്കേണ്ടി വരും. 1-2 രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയണില്ല. അവരൊരു 50 വർഷം മുമ്പ് എത്തിയിട്ടുണ്ട്. 35-40 വർഷം മുമ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും എത്തിയിട്ടില്ല. ചുമ്മാ വെറുതെ നമ്മൾ ഭാരത സംസ്കാരത്തിൽ ഇന്ത്യയുടെ വലിയ ഇതിലാണ് മലയാളിക്കൊക്കെ ഭയങ്കര പ്രബുദ്ധതയുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ, അത് വെറും തട്ടിപ്പാണ്. കാരണം ഞാനിപ്പോൾ ഈ ബ്ലോഗ് ചെയ്യുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട്, ഞാൻ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എൻ്റെ ചുറ്റുപാട്ടെടുത്തെടുത്താൽ പോലും ഇപ്പോഴും എത്രയോ നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണ് ഇവിടുത്തെ ജനം ജീവിക്കുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക്, അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണ് ഇവിടുത്തെ സ്ത്രീകൾ ജീവിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്കുള്ള അന്ധവിശ്വാസങ്ങളുമായിട്ട് കേന്ദ്രീകരിച്ചാണ് ഇവർ ജീവിക്കുന്നത്. അത് ഞാൻ ഈ ദൃശ്യ സിനിമയുടെ ഈ ടൈമിൽ കണ്ടിട്ട് ഞാൻ പറയാണ്. അത് എന്തുകൊണ്ട് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷ കേന്ദ്രീകൃതമായിട്ട് കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നത്. പുരുഷ കേന്ദ്രീകൃതമായിട്ട് കാര്യങ്ങൾ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ റിസ്ക് എടുക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ്. സാമൂഹ്യപരമായിട്ട്, രാജ്യപരമായിട്ട്, അങ്ങനെയല്ല വേൾഡ് പരമായിട്ട്. അപ്പം അത്തരം എടുക്കുമ്പോൾ ഇവർക്ക് ലോഡ് കൂടും. ആ ലോഡ് കൂടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫാമിലിയെ, സൗഹൃദം, ഇത് ഫാമിലിയെ മാത്രമല്ല, സൗഹൃദം ഇഷ്ടപ്പെടുന്നവർ സൗഹൃദം പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ വല്ലാത്ത രീതിയിൽ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നവർ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യും. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു കഥാപാത്രത്തിൽ ഫോട്ടാണ് ഈ സിനിമ. ആ സിനിമയാണ് ദൃശ്യം. അതുകൊണ്ട് തന്നെ ദൃശ്യ സിനിമ 3ക്ക് എങ്ങനെ ക്ലീൻ ചീറ്റ് കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം ഓഡിയൻസിന് ഇതിൽ 10-ൽ 10 സ്റ്റാർ കിട്ടും. കാരണം അത്തരം ഓഡിയൻസിനെല്ലാം തന്നെ ഇത് അഫോർഡബിൾ ആണ്. കാരണം പുരുഷന്റെ മേധാവിത്വമല്ല ഇതിനകത്ത് പറയുന്നത്. റിസ്ക് എടുക്കുന്ന ആൾ, അയാൾ ചുറ്റുവട്ടത്തുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് എന്തും ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും പിന്നീട് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അയാൾ തരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് ദൃശ്യം 3. ആ രീതിയിൽ ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ 10-ൽ എത്ര സ്റ്റാർ കൊടുക്കാന്ന് വെച്ചാൽ 10-ൽ 10 സ്റ്റാർ കൊടുക്കാം. ആ രീതിയിൽ മാത്രം. എന്നാൽ പ്രേക്ഷകരുടെ ഞാൻ പറഞ്ഞത് ആധുനിക ചുറ്റുപാടിൽ സയൻസിന്റെ വളർച്ചയിൽ ലോകം മൊത്തം മാറ്റപ്പെടുന്ന രീതിയിൽ മുന്നേറുമ്പോൾ നമ്മൾ മാത്രം പിന്നിലോട്ട് പോവുകയും അതൊരു പുരുഷനിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് നിൽക്കുന്ന രീതിയിൽ ചിത്രമെടുത്താൽ മനസ്സിലായില്ലേ? ഇപ്പൊ കുടുംബം എന്നുള്ളത് ഒരു 10-15 വർഷം കഴിയുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോഴുള്ള ചുറ്റുപാടിൽ ഒരു 25-30% സ്ത്രീകളും കുടുംബം നന്നായിട്ട് ഇതേപോലെ പുരുഷനെ പോലെ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിന്റെ ഒരു ഫോർവേഡ് ലെവൽ, ഇപ്പൊ ഈ സിനിമ കാണിക്കുന്ന ഏറ്റവും ടെക്നോളജിയുടെ ഈ ഏറ്റവും പുതിയ യുഗത്തിലാണ്. പാർട്ട് 1 അല്ല, പാർട്ട് 2 അല്ല, പാർട്ട് 3.
ആ പാർട്ട് 3 കാണിക്കുന്ന ആ കാഴ്ചപ്പാടിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് എത്ര മാർക്ക് കൊടുക്കുകയെന്ന് ചോദിച്ചാൽ ഞാൻ 2 മാർക്ക് കുറച്ചിട്ട് 10 ആവും. കാരണം ഇവിടെ ലേഡീസ് എല്ലാം ബാക്ക്വേർഡാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ ഒരു പുരുഷനാണ്, പക്ഷെ സിനിമയിൽ അപ്പൊ അങ്ങനെയുള്ള ഞാനാണിത് പറയണുള്ളൂ, ഇത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീകൾ പറഞ്ഞാൽ അത് ചിലപ്പോ സ്ത്രീകളുടെ സംഘടനയൊന്നും ഇപ്പൊ കാണാനില്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമയിൽ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം ബാക്ക്വേർഡാണ്. അതിലൊരു പുരുഷ മേധാവിത്വം വരെയാണ്. അത് സൂപ്പർ സ്റ്റാർ ഓറിയന്റഡ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അത് തെറ്റില്ല. അതുകൊണ്ടാണ് ഈ പടം ക്ലിക്കായത്. കാരണം നമ്മളെ പ്രേക്ഷകർ ഇപ്പോഴും ബാക്ക്വേർഡ് ആണെന്നുള്ളതിന് തെളിവാണ്. നമ്മുടെ പ്രേക്ഷകർ ഫോർവേഡ് ആണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പരാജയമാവും. ദൃശ്യം 3 അഡാർ ഫ്ലോപ്പ് ആവും. ദൃശ്യം 3 എന്തുകൊണ്ട് വിജയിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഒറ്റ ദിവസം 35 കോടി അഡ്വാൻസ് കളക്ഷൻ, പടത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് 16 കോടി. ഒരു ദിവസം കൊണ്ട് ഒരു സിനിമ ബ്രേക്ക് ഓൺ ആവണത് എൻ്റെ അറിവനുസരിച്ച് ലോകത്താദ്യമായിട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ല സിനിമകൾ, നല്ല സിനിമ റേറ്റുള്ള നടന്മാർ അഭിനയിക്കുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോഴത്തേക്ക് അതിനൊരു 10 കോടിക്കും 20 കോടിക്കും ഒക്കെ അടുത്തെത്തും സാധാ ചിത്രങ്ങളെല്ലാം. അപ്പൊ അത്തരം ചിത്രങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ വേൾഡ് വൈഡ് നോക്കിയാൽ 1 ഡേ ബ്രേക്ക് ഓൺ ആയ ചിത്രമാണ്. അത് എന്തുകൊണ്ട് എന്നാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്. അതായത് ഇത്തരം രീതിയിൽ നമ്മൾ ബാക്ക്വേർഡ് ആയതുകൊണ്ടാണ്. ഫോർവേഡ് ആണെങ്കിൽ സിനിമ അടാർ പരാജയമാവും. നമ്മൾ ഇച്ചിരി ബാക്ക്വേർഡാണ്. നമ്മൾ ഇപ്പോഴും 50 വർഷം പിന്നിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ ഫോർവേഡ് വിജയം നേടി. നമ്മൾ ഫോർവേഡ് ആണെങ്കിൽ ഈ സിനിമ അടാർ പരാജയം. 16 കോടി ഇറക്കിയ സിനിമ തിയേറ്ററിൽ നിന്ന് 50 ലക്ഷം പോലും കളക്ട് ചെയ്യാതെ വിട്ടാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായമല്ല പറഞ്ഞത്, സിനിമയുടെ പോകുന്ന രീതി, പൾസ്, ഇമോഷണൽ ടൈപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. ഇനി സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയ്ക്ക് 10ൽ എത്ര സ്റ്റാർ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ൽ 5 സ്റ്റാറേ ഞാൻ കൊടുക്കുകയുള്ളൂ. അതിനപ്പുറം ഒന്നും ഈ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് മാത്രം എടുത്തിട്ടുള്ളൊരു ചിത്രമാണിത്. അത് തെറ്റില്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ശരിയും തന്നെയാണ്. രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചിന്തിക്കുന്ന, എന്തെങ്കിലും ഒരു മാറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന, എന്തെങ്കിലും തൻ്റെ ഒരു ക്രൈം പറയുമ്പോഴത്തേക്കും പ്രേക്ഷകന് വേണ്ടി മാത്രം സ്ക്രിപ്റ്റ് ചെയ്ത് വരികയും ചെയ്യുന്നതിന്, സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനല്ല, ഒരു സ്റ്റാർ ഓഫ് ഫാൻഡം നിർമ്മിക്കുന്ന രീതിയിൽ പോകുന്ന വഴിക്ക് സ്ക്രിപ്റ്റ് ചലിക്കുകയും അതിന് ക്യാമറ വയ്ക്കുക, അത് ചെയ്ത് നോക്കിയാൽ ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ 10ൽ 5 സ്റ്റാറിനപ്പുറം കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥാപാത്രം 3ാമത്തെ എപ്പിസോഡിലും ജോർജ് കുട്ടിയെ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്, 3ാമത്തെ എപ്പിസോഡായപ്പോഴും ജോർജ് കുട്ടിയുടെ ഭാര്യ അവിടെ അടിമയാണ്. ഇനി കഴിഞ്ഞില്ല, 3ാമത്തെ പോർഷനായപ്പോഴും ജോർജ് കുട്ടിയുടെ 2 മക്കളും തെക്കും വടക്കും ഇല്ലാതെ 2ാമത്തെ കുട്ടി സംസാരിക്കുന്നെങ്കിലും മറ്റെല്ലാം തന്നെയും ഒരേ ഫ്രെയിമിൽ ഒരേ വീട്ടിന്റെ ചുറ്റും കറങ്ങുന്ന കഥാപാത്രമാണ്. അവര് ടെക്നോളജി ലോകത്ത് വന്നിട്ടില്ല. ഇത് ഈ 2026 ഈ സിനിമയിൽ ഇപ്പൊ ഇത്ര തേർഡിൽ കാണിക്കുന്നത്. നമ്മുടെ പോലീസുകാരും ആ ഒരു നിലയിലോട്ട് മാറിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രൈം പോലീസ് തോറ്റുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രഷറോ രാജ്യാന്തര പ്രഷറോ ഇന്റർനാഷണൽ പ്രഷറോ ഇല്ലെങ്കിൽ, ഇത് 3 കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുണ്ടെങ്കിൽ നമുക്ക് അത് മൂടി വയ്ക്കപ്പെടും, ലോകം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇല്ല എങ്കിൽ ആ ഒരു കേസ് തെളിയിക്കേണ്ടത് പോലീസിന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. അവരത് കണ്ടിന്യൂ ആയിട്ട് ഫോർവേഡ് ചെയ്യും, അതൊരു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും പല രീതിയിൽ സീക്രട്ടായിട്ട്. അതൊക്കെ ആര് ഏത് വഴിക്കൊന്നും പോലും നമുക്കറിയാൻ പറ്റില്ല. അതൊന്നും ഈ ചിത്രത്തിലില്ല. പിന്നെ ഈ ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം പോണത് സാധാരണ ഒരു സിനിമയ്ക്ക് വേണ്ടി കേന്ദ്രീകരിച്ചെടുത്തിരിക്കുന്ന വില്ലൻ, നെഗറ്റീവ് കഥാപാത്രങ്ങൾ, ഈ രീതിയിൽ തന്നെയാണ് ഈ സിനിമ പോണത്. ഇതൊരു സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതുപോലെ ഒരു ഫീല് ഈ ദൃശ്യം 3ൽ വന്നു, 1ൽ വന്നിട്ടില്ല, 2ൽ വന്നിട്ടില്ല. കാരണം അത് ആ കാലഘട്ടത്തിന് അനുയോജ്യമായിരുന്നു. 3ൽ അങ്ങനെ ഒരു അനുയോജ്യമേ ഇല്ല. ഒരു ഈ 20-26 വർഷമായിട്ട് ബന്ധപ്പെട്ട് പിള്ളേരൊക്കെ വളർന്ന് ഈ ലെവലിൽ എത്തിയിട്ട് ഈ ക്രൈം അന്വേഷിക്കുമ്പോൾ എല്ലാ മേഖലയിലും ഈ ക്രൈം പറയുന്ന രീതി ഒരു സൂപ്പർ സ്റ്റാർ ഓറിയന്റഡ് പോലെ എനിക്ക് തോന്നി. ശരിയാവണമെന്നില്ല, പ്രേക്ഷകർക്ക് അത് ശരിയാവണമെന്നില്ല. അതേപോലെ 98% പ്രേക്ഷകർക്ക് തൃപ്തി നൽകുന്ന സിനിമയാണ്.
അപ്പൊ അത്തരം രീതിയിൽ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അത്തരം രീതിയിൽ ഈ സിനിമയ്ക്ക് ഞാൻ 10ൽ 5 സ്റ്റാറിലപ്പുറം ഞാൻ കൊടുക്കില്ല. ആ രീതിയിൽ ഫാമിലി ഓറിയന്റഡ് ഫിലിമായിട്ട് മറ്റു രീതിയിലെടുത്താൽ ഞാൻ 10ൽ 8 9 വേണമെങ്കിൽ 10ൽ 10 സ്റ്റാർ നൽകാൻ തയ്യാറാണ്. ഈ രീതിയിലാണ് സിനിമ പോകുന്നത്. ഇങ്ങനെയാണ് ഈ സിനിമ പോകുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ എൻ്റെ കഥയൊന്നും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പറയാൻ തയ്യാറില്ല. പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഈ സിനിമയുടെ എൻഡ് ഓഫ് ലെവലിൽ പോയിട്ട് കാണിക്കുന്ന ചെറിയ കോപ്രായത്തരങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഇച്ചിരിയെങ്കിലും തലയ്ക്ക് സെൻസ് ഉള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റൂല. ഞാനിപ്പോ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് ബ്ലോഗ് ചെയ്യണേ. ഈ ബ്ലോഗ് ചെയ്യണ ഞാൻ ഏകദേശം കുറെ കാലമായിട്ട് ഞാനൊരു എൻ്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യണ ക്രൈമുമായിട്ട് ബന്ധപ്പെടുകയും ജീവിക്കുകയും ചെയ്യണം. പിന്നെ അതിനപ്പുറം എൻ്റെ വീട്ടിൻ്റെ ഈ ചുറ്റുപാട്ടത്തിൽ രാത്രി ആരൊക്കെ വരിക, പോരുക, കിളക്കുക, കിണ്ടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിറങ്ങി കിളക്കുക, കിണ്ടുക, ഇതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞ് ദൂരെ കൂടെ പറയണമെന്നുള്ളേ ഉള്ളൂ സിനിമയെ കുറിച്ച്. ഇതൊന്നും ആരും ഒന്നും മനസ്സിലാക്കാത്ത കുടുംബം, അവരെന്തെന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ക്ലൈമാക്സിൽ പോയിട്ട് ഇതുമായിട്ട് ലിങ്ക് ചെയ്യിക്കണു. എൻ്റെ വീട്ടിൻ്റെ ചുറ്റത്തൊട്ടത്തൊന്നും പെട്ടെന്നൊന്നും എല്ലാ ദിവസവും ആർക്കെങ്കിലും വന്ന് കിടക്കാനൊക്കെ പറ്റും. മൺമട്ടിയൊക്കെ എടുത്തിട്ട് ഒന്ന് വെട്ടിയാൽ പോലും സൗണ്ട് നമ്മളെ തലയിട്ടു. 1 അല്ല 2 അല്ലെങ്കിൽ 3 5 10 ഒരു ദിവസം വെട്ടിക്കൊണ്ട് പോട്ട് റെഗുലറായിട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഒരിടത്തും എത്തപ്പെടാത്ത ഒരു രീതിയിലും ഒരു ക്രൈം ത്രില്ലറിന്, അതാണ് ഞാൻ ഇപ്പോഴും പ്രേക്ഷകർ തോന്നുന്നത്. സിനിമ നമ്മളെ ഫാമിലി ലെവലിൽ ഇത് ഇതാവുമെങ്കിലും ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഈ ദൃശ്യം 3 ക്രൈമായിട്ട് എടുത്താൽ, അതായത് ഒരു കുറ്റാന്വേഷണ കഥയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആഴമായിട്ട് ഇറങ്ങിച്ചെന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃശ്യം 3 ഒരു പരാജയ ചിത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു വമ്പ ഫ്ലോപ്പാണ്. ക്രൈമിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുടുംബം അനുഭവിക്കുന്ന ഫീലിങ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൻ്റെ ചുറ്റുപറ്റത്തോ ആരൊക്കെ വരണോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ ആധുനിക ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ചിത്രത്തിൻ്റെ കഥ പറയുന്ന രീതി എടുത്തു കഴിഞ്ഞാൽ ഒരു ചളുപ്പ് പടമാണത്. അല്ല, ഒരു വമ്പൻ ചളുപ്പ് പടമാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ, അത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ അല്ലാതെ ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ വെരി ബ്യൂട്ടി. നിങ്ങളുടെ ഫാമിലിയൊക്കെ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിലും മറ്റു കാര്യത്തിലൊക്കെ ഇങ്ങനെ എടുത്തു പോയെന്ന് അങ്ങനെ മാത്രം ചിന്തിച്ച്, അങ്ങനെ മാത്രം നിങ്ങളുടെ ലൈനാണ് ശരി, എൻ്റെ ലൈൻ മാത്രമാണ് ശരി, എൻ്റെ ലൈൻ മാത്രമാണ് മുന്നോട്ട് പോകും, എൻ്റെ ലൈൻ മാത്രമാണ്, ഇതിനുള്ളിൽ ചുറ്റും എന്ത് നടന്നാലും ഞാൻ മാത്രമേ ചെയ്യിക്കും, അങ്ങനെ രീതിയിലെടുത്താൽ മാത്രമാണ് ദൃശ്യം 3 നല്ലൊരു ചിത്രമാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ മേഖലയും ഒരു പരാജയം തന്നെയാണ് ദൃശ്യം 3. ഇത് എൻ്റെ അഭിപ്രായം. ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, പ്രേക്ഷകർ ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് എന്നെ എത്ര വേണോ ചീത്ത വിളിക്കുക, ഞാൻ പറയുന്നത് ഒരു ക്രൈമായിട്ട് എടുക്കുന്നതാണ്. ക്രൈം പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 കഴിഞ്ഞു. പാർട്ട് 3 ക്രൈം എന്നൊക്കെ പറയുന്നത് നമ്മളെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തും വന്ന് വെട്ടുക, പിന്നെ ഞാൻ അതിനെ എന്താ പറയുന്നത് അവർ മനസ്സിലാക്കിയിട്ട് അതിനെ ക്രോസ് ചെയ്യുക, അവിടെ ഞാൻ കുഴിക്കുക, പിന്നെ അവിടെ ഞാൻ എന്ത് പറയണം ഒരു ലൈൻ ഇടുന്നുണ്ട്. അതായത് പിന്നീട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരെ അടിച്ചു വിടണം, ഷോക്ക് അടിച്ചോ വീഴുകയോ അല്ലെങ്കിൽ എനിക്ക് പുതിയ ടെക്നോളജി വെച്ചിട്ട് എന്നെ പിടിക്കുകയോ ഒക്കെ ചെയ്യുക, മറ്റവരെ പിടിക്കുക, അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ഇവിടെ നമ്മൾ ജോർജ് കുട്ടി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിയാവണമെന്നില്ല കേട്ടോ. ഇങ്ങനെ എല്ലാം ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളെ ഞാൻ തന്നെ ഒരുക്കി കൊടുക്കുക. ഓൾറെഡി നമ്മൾ വാച്ച്ഡാണ്, ഫുള്ളി വാച്ച്ഡാണ്. അപ്പൊ നമ്മുടെ ഈ ഓരോ അനക്കങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അടുത്തതിലോട്ട് മാറാൻ പറ്റും, അങ്ങനെ മാറാൻ പറ്റിയാൽ മാത്രമാണ് ഒരു ക്രൈമിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ചുറ്റുവട്ടത്ത് എൻ്റെ വീട്ടിനകത്ത് വന്ന് എല്ലാം ചെയ്യാൻ അവസരം ഒരുക്കി കഥാപാത്രമായി ഞാൻ ഒരുക്കി വീണ്ടും തേർഡ് പാർട്ടിൽ ഇത് ചുറ്റുവട്ടത്തോ ആരും ഇല്ല, എനിക്ക് അയൽവാസി ഇല്ല, ആരുമില്ല, അത് പോട്ടെ, ഒരു വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലം കാണിക്കുന്നുണ്ട്, അയൽവാസി ഒന്നും ഇല്ലാതിരിക്കട്ടെ, അത് ബെറ്റർ. പിന്നെ ഈ പറയുന്ന എല്ലാം അറിയാന്നുള്ള പോലീസുകാരും ആരും എൻ്റെ ചുറ്റുവട്ടത്ത് ഒരു ക്യാമറയോ ഒരു ടെക്നോളജി ഒന്നും ഒന്നും വയ്ക്കണില്ല. എല്ലാം മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, നല്ല സ്റ്റൈലുണ്ട് ടെക്നോളജി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാൾ സാറ്റലൈറ്റ് എടുക്കുന്നില്ല, നാവിഗേഷൻ എടുക്കില്ല, സാറ്റലൈറ്റിന്റെ മുകളിലാണ് നാവിഗേഷൻ എന്ന് പറയുന്നത്. ഇതൊരു വലിയ ക്രൈം നടന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒന്നിലും പോണില്ല.
പിന്നെ ഈ പറഞ്ഞ പഴയ കഥാപാത്രങ്ങളെ ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങണം. പഴയ കഥാപാത്രങ്ങൾ ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങി കഴിഞ്ഞാൽ നാട്ടിലുള്ള ഒരു, നമ്മൾ പറയില്ലേ, വഴിയിലിരിക്കുന്ന ഒരു മനുഷ്യനും വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് പോലും മനസ്സിലാവും ഇവരെല്ലാരും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് കിടന്ന് കറങ്ങണം. ഇതൊക്കെ ഞാൻ ക്രൈമിനെ ബേസ് ചെയ്ത് പറയുന്നത്. ഒരു ക്രൈം അന്വേഷിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആർക്കും അത് മനസ്സിലാവും. അത് നമ്മുടെ സ്ഥിരം കഥാപാത്രങ്ങൾ കാണുന്നുണ്ട്. ഇത് സ്ഥിരം കഥാപാത്രങ്ങളല്ല എങ്കിൽ, മറ്റു രീതിയിൽ ഇത് അന്വേഷിക്കുന്നുവെങ്കിൽ അത് ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ട ഡ്രോബാക്ക്. അതുകൊണ്ടാണ് ഈ ദൃശ്യ സിനിമയ്ക്ക് 3ക്ക് ഫസ്റ്റ് പാർട്ടിന് 10ൽ എത്ര കൊടുക്കുക ചോദിച്ചാൽ 10ൽ 10 കൊടുക്കും. സെക്കൻഡ് പാർട്ടിന് 10ന് 10 കൊടുക്കും. ഇറ്റ്സ് ബെറ്റർ. തേർഡ് പാർട്ടിൽ 10ന് എത്ര കൊടുക്കും കഴിഞ്ഞാൽ 10ൽ 5 കൊടുക്കൂ. ആ രീതിയിൽ സിനിമ എന്നുള്ള രീതിയിൽ 10ൽ 10 കൊടുക്കാം, 10ൽ 8 കൊടുക്കാം, 10ൽ 9 കൊടുക്കാം. അത് വേറെ കാര്യം. സിനിമയുടെ പോകുന്ന അടുത്ത ടെക്നോളജി ലെവലിൽ വന്നപ്പോൾ ദൃശ്യം 3 തികഞ്ഞ ഒരു പരാജയ ചിത്രമാണ്. അതിലൊരു മാറ്റമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സിൽ ചെന്ന് ഈ പടം പ്രേക്ഷകർക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ എത്തിയിട്ടുമുണ്ട്. ആ രീതിയിൽ എത്തിച്ച് സിനിമ ക്ലോസ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് സിനിമ പോണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത 4th പാർട്ടിലോട്ട് സസ്പെൻസ് ഇട്ട് പോവുകയും ചെയ്യാണ് സിനിമ ചെയ്യണത്. ഇത് ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയണതെന്ന് പറഞ്ഞാൽ ഇതൊരു കുറവല്ല. ദൃശ്യം 3 നല്ല ചിത്രമാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾക്ക് നന്നായിട്ട് പൾസ് ചെയ്യും. പക്ഷെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് മാത്രം പറയുക എന്നുള്ളതല്ല. നിങ്ങൾ മാറേണ്ടതുണ്ട്. പ്രേക്ഷകർ മാറി ചിന്തിക്കേണ്ടതുണ്ട്, മാറി കാണേണ്ടതുണ്ട്. നിങ്ങൾ വീട്ടിൽ ആരോ ജോലി ചെയ്തിട്ട് 1-2 പേര് ജോലിക്കോ അല്ലെങ്കിൽ എന്തോ ജോലി ചെയ്ത് കുറേ ഉണ്ടാക്കുക. നമ്മളൊരു കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾക്കും സമൂഹത്തിൽ നിന്നുകൊണ്ടുള്ള ജീവിതമല്ല ജീവിതം. പിന്നെ ഇവിടെ കുറെ മതപരമായ ജീവിതം, ഇതിലൊന്നും നിന്നുകൊണ്ടിട്ടുള്ള എല്ലാ ജീവിതം എന്നാണ് പറയുന്നത്. ഇവിടെ അതിനകത്തൊരു കാര്യമുള്ളത്, നമ്മുടെ ജോർജ് കുട്ടി ഒരു മുമ്പൊക്കെ പടം സ്റ്റാർട്ട് ചെയ്യുന്ന ചർച്ചിലൊക്കെ ആണെങ്കിൽ പിന്നെ ജോർജ് കുട്ടി എങ്ങും പോകുന്നില്ല. ജോർജ് കുട്ടിയുടെ ഫാമിലി തേർഡ് പാർട്ടിൽ എവിടെ പോകും? ഇത് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്, മെല്ലെ നമ്മൾ ഈ റെസ്ട്രിക്ഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണത്. നമ്മൾ റെസ്ട്രിക്ഷൻ ബ്രോക്കൺ ചെയ്യേണ്ടതുണ്ട്, പൊട്ടിക്കേണ്ടതുണ്ട്. നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ട് ചിന്തിക്കണം. അത് എല്ലാവരും ചിന്തിക്കണം. ഞാനൊക്കെ കാലം കഴിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമാണ് അടുത്തതിലോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് തലയ്ക്കകത്ത് സ്വാതന്ത്ര്യം വരുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കണം, നമ്മൾ ഈ ബ്രേക്ക് വെൻ പോയിന്റ് ഇല്ലാതെ, ബ്രോക്കൺ ചെയ്യാതെ നമ്മൾ ആ റെസ്ട്രിക്ഷനകത്ത് കിടക്കുക. ആ റെസ്ട്രിക്ഷനകത്ത് കിടക്കുന്ന 98% ജനങ്ങൾക്കുള്ള ചിത്രമാണിത്. റൈറ്റ്? നിങ്ങൾ ഒരു റെസ്ട്രിക്ഷനകത്താണോ? ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിനകത്താണോ? നിങ്ങൾ ഒരു സർക്കിളിനകത്താണെങ്കിൽ ദൃശ്യം 3 സൂപ്പർ ഫിലിം. നിങ്ങൾ ഈ സർക്കിളിൽ നിന്ന് ബ്രേക്ക് ഓൺ ചെയ്തു. സർക്കിളില്ല, പൊട്ടിച്ചേർന്നു. ബ്രോക്കൺ. ബ്രേക്ക് ഓൺ ചെയ്തു. ബ്രേക്കില്ല, പൊട്ടിച്ചേർന്നു. ഓപ്പണൈസ് ചെയ്തു. പിന്നെ എല്ലാം ഓപ്പണാണ്. അങ്ങനെയാണെങ്കിൽ ദൃശ്യ സിനിമ വെരി ബാഡ്. വെരി ബാഡ്. കാരണം ഈ സർക്കിളിലുള്ള 98% പേർക്കാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ആ രീതിയിൽ സോ ബെറ്റർ ബ്യൂട്ടി. ലാലേട്ടന്റെ ജന്മദിനത്തില് ലാലേട്ടൻ മോഹൻലാൽ എന്നല്ല, ലാലേട്ടൻ പ്ലാൻ ചെയ്ത കറക്റ്റ് റിലീസ്. അതൊക്കെ അദ്ദേഹത്തിന് പ്ലാനിങ് കറക്റ്റാണ്. അദ്ദേഹത്തിന് നല്ല ബഡ്സ് അറിയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ സിനിമയിലും അഭിനയിക്കും, ഹൈ ഗ്രേഡിലും അഭിനയിക്കും, നാട്ടുംപുറത്തെ ചിത്രങ്ങളിൽ അഭിനയിക്കലും എല്ലാത്തിലും അദ്ദേഹം മാറി അഭിനയിക്കും. അദ്ദേഹത്തിന് കാറ്റഗറി ഒന്നും ഇല്ലാതെ അദ്ദേഹം വീണ്ടും കഥാപാത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ പല നടന്മാരും എല്ലാവരും അങ്ങനെയൊക്കെ പുതിയ തലമുറയിലെ പിള്ളേർ പോലും അങ്ങനെയൊക്കെ മാറിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ രീതിയിൽ പെട്ടാൽ മാത്രമാണ് അത് ഒരു പർട്ടിക്കുലർ സർക്കിളിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയി പറ്റില്ല. ഇത് ബ്രോക്കൺ ചെയ്ത് പോയാൽ എന്നും ഒരേ കഥാപാത്രം മോഹൻലാൽ ചെയ്താൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. എന്നും ഒരേ കഥാപാത്രം മമ്മൂക്ക ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. എന്നും ഒരേ കഥാപാത്രം പൃഥ്വിരാജ് ചെയ്താൽ കണ്ടുകൊണ്ടിരിക്കുകയോ.
എന്നും ഒരു കഥാപാത്രം ടൊവിനോ തോമസ് ചെയ്ത കണ്ടുകൊണ്ടിരിക്കോ, എന്നും ഒരു കഥാപാത്രം നമ്മുടെ പുതിയ പിള്ളേർ ചെയ്ത കണ്ടുകൊണ്ടിരിക്കോ, എന്നും ഒരേ കഥാപാത്രം വാഴ സിനിമ കണ്ടുപോലെ കണ്ടാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല. ഇല്ല. അപ്പൊ നിങ്ങളൊക്കെ വ്യത്യസ്തം ആഗ്രഹിക്കില്ലേ? ഇത് ഞാൻ എന്തുകൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യത്യസ്തം ആഗ്രഹിക്കണം. നിങ്ങൾ ഒരു പർട്ടിക്കുലർ സർക്കിളിനകത്തല്ല, നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ വിടും, ബ്രോക്കൺ ചെയ്യാൻ വിടും, പൊട്ടിക്കാൻ നോക്കും. പൊട്ടിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ബെസ്റ്റ് ഓഡിയൻസ് ഉണ്ടാവുന്നത്. ബെസ്റ്റ് ഓഡിയൻസ് ബെസ്റ്റ് സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യും. ബെസ്റ്റ് സമൂഹം ബെസ്റ്റ് സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്യും. ബെസ്റ്റ് സ്റ്റേറ്റ് ബെസ്റ്റ് കൺട്രിയെ ക്രിയേറ്റ് ചെയ്യും. ബെസ്റ്റ് കൺട്രി ബെസ്റ്റ് വേൾഡിനെ ക്രിയേറ്റ് ചെയ്യും. അത്ര ക്രിയാത്മകമായ ചിന്തയുള്ള ഒരു ജനതയായിട്ട് നിങ്ങൾ മാറണം. ദൃശ്യം 3 ഒരു വിജയമാകുമ്പോഴും പ്രേക്ഷകർ ഒരു പരാജയമാണെന്നുള്ളത് ഈ സിനിമ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, പ്രിയ പ്രേക്ഷകരെ, നിങ്ങളിതൊരു സിനിമയായിട്ട് മാത്രം കാണുന്നുണ്ട്, തിയേറ്ററിൽ പോയി കുടുംബമായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒക്കെ ഈ സിനിമ കാണണം. സ്ലോയിൽ പോയി നല്ല ക്രൈം പറഞ്ഞിട്ട് തീരുന്ന സിനിമയാണ്. പക്ഷെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാറി ചിന്തിക്കണം. ചിന്തിക്കും നിങ്ങൾ. ആ ചിന്തിക്കുന്ന സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തട്ടെ. പുതിയൊരു ടെക്നോളജി വന്നിട്ടെ. എല്ലാവരും മുന്നേറട്ടെ. മോഹൻലാലിന് ജന്മദിനാശംസകൾ. ഒരുപാട് ചിത്രങ്ങൾ കുറച്ചുകൂടെ ഹൈപ്പിലും നല്ല സ്റ്റൈലായിട്ട് മോഹൻലാൽ വീണ്ടും ചെയ്യട്ടെ. എല്ലാവരും ചെയ്യട്ടെ. ഞാനിതാ വളരെ ചെറിയൊരു പഞ്ചായത്തിൽ ഇരുന്നുകൊണ്ട് ദൃശ്യം 3 സിനിമ രാത്രി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴും കുടുംബമായിട്ട് പോകുമ്പോൾ മഴയായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് 200 സിനിമകളോ എത്തിക്കഴിഞ്ഞു. അതായത് കുടുംബമായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഫാമിലി കല്യാണം കഴിച്ചിട്ട് തൊട്ടടുത്ത മാസം ഒരു സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ എൻ്റെ മോൻ ജനിച്ച് ഒരിക്കലും മോനേ ഉള്ളൂ. ഒരു മകൻ ജനിച്ചിട്ട് 1.5 വയസ്സായപ്പോൾ മുതൽ അവനെയും കൈക്കുഞ്ഞു കൊട്ടായ സിനിമ കൊണ്ട് തുടങ്ങി ഇന്ന് അവന് 14 വയസ്സ് കഴിഞ്ഞ് 15 വയസ്സാവണം. 10ാം ക്ലാസ്സിലാണ്. ഇപ്പോഴും ഞങ്ങൾ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറ്റ്മോസ്റ്റ് ഒരു 200 സിനിമകൾ ഞങ്ങൾ കുടുംബമായിട്ട് കണ്ടു കഴിഞ്ഞു. വ്യക്തിപരമായിട്ട് എന്നെ ചോദിച്ചാൽ 5000-10,000 സിനിമയെ കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊരു വിഷയമല്ലല്ലോ. കുടുംബമായിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ ഫാമിലി എന്ന് പറഞ്ഞ വിഷയം ഞാൻ എൻ്റെ ക്രോഡീകരിച്ച് പറഞ്ഞത്. അത്തരം രീതിയിൽ നിങ്ങളൊരു ചിത്രം കാണുന്നുവെങ്കിൽ, അങ്ങനെ കാണുന്നുവെങ്കിൽ നിങ്ങൾ പോയിട്ട് തിയേറ്ററിൽ പോയി സിനിമ ഇങ്ങനെ കാണും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ കുറച്ചുകൂടെ വൈഡ് ചിന്താഗതിയുള്ള മോഹൻലാലിന്റെ മകളായ 2ാമത്തെ കഥാപാത്രം പറയുമ്പോൾ കുറച്ചുകൂടെ വൈഡ്, അവർ കുറച്ച് വൈഡ് ആയിട്ടുള്ളൂ. ഹെവി വൈഡ് ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിച്ച് വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുമെന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ അങ്ങനെ, ഞങ്ങളും നല്ല മഴയത്ത് പോയി തിരിച്ചു വരുമ്പോഴും ഹെവി മഴയായിരുന്നു. ഈ മഴയത്ത് ഈ സിനിമ കണ്ടു. ഒരാഴ്ചയ്ക്ക് മുമ്പ് ബുക്ക് ചെയ്തു. കണ്ടിട്ട് ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തു. അവരൊക്കെ ഉറങ്ങുന്നു, ഞാൻ ബ്ലോഗ് ചെയ്തു. ഇതൊക്കെ ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്, ഇതാണ് നാച്ചുറൽ എൻഡിങ്. ഇതിനിടയിൽ പ്രശ്നം വന്നാൽ എല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എൻ്റെയും ജോലിയാണ്. പിന്നെ ഈ പ്രൊട്ടക്ഷൻ എല്ലാം തന്നെ ഈ കാലത്തിനനുസരിച്ച് മാറാനനുസരിച്ച് എനിക്കും മാറേണ്ടി വരും. ഈ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് പ്രകൃതി നിയമമാണ്. ഇത്തരം രീതിയിൽ കണ്ട ദൃശ്യ സിനിമ പ്രിയ പ്രേക്ഷകരെ പാർട്ട് 3 ജയിക്കേണ്ടത് എന്നല്ല, പാർട്ട് 3 ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആവേണ്ടത് ഓരോ പ്രേക്ഷകന്റെ ധർമ്മമാണ്. നിങ്ങൾ 98% പ്രേക്ഷകർ അങ്ങനെയാണ്. ഒപ്പം തന്നെ വിമർശിക്കാനും മടിക്കരുത്. കാരണം നമ്മളെ എക്കാലവും നമ്മളെ അടിമയാക്കി വെക്കാനുള്ള ഒരു സൗകര്യം സിനിമയിൽ കൂടി ഒരുക്കി കൊടുക്കുന്നത്. സിനിമ പറയുന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇപ്പോൾ അടിമയായി നിൽക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമാണ് അവരങ്ങനെ ഒരുക്കിയിട്ട് നമ്മളെ നിന്ന് കളക്ഷൻ എടുക്കുന്നത്. നിങ്ങൾ ഉയർന്ന ചിന്തയുള്ളവരായി ഉയർന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു വെക്കുക. പിന്നെ അങ്ങനെ ഒരു സിനിമ ഒന്നും ഓടില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? ഉയർന്ന രീതിയിൽ അടിമകളല്ലാത്ത രീതിയിൽ സിനിമ അവതരിപ്പിക്കും. അപ്പൊ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്. ഇവിടെ നമുക്ക് ആവശ്യ സ്വാതന്ത്ര്യമാണ്. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ കുട്ടിയെന്നോ ആരോ ഒന്നുമില്ല. അത് എങ്ങനെയുള്ള സ്വാതന്ത്ര്യം? നിങ്ങൾ നിങ്ങളുടേതായ ലോകത്ത് സുഖമായിട്ട് ജീവിക്കണം. തെറ്റായ വഴികളിൽ പോകാതിരിക്കുക. എന്താണ് തെറ്റായ വഴി? നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഏത് വഴിയിൽ നിങ്ങൾ പോയാലും തെറ്റാണ്. ഞാൻ സമൂഹത്തിന്, രാജ്യത്തിന് ഉപദ്രവകാരി, ലോകത്തിന് ഉപദ്രവകാരി ആവാനല്ല നമ്മുടെ ജോലി. പുതിയ പുതിയ ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ എൻ്റെ സന്തോഷങ്ങളും ഞാൻ കണ്ടെത്തണം. അതൊക്കെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. അതിന് പല റെസ്ട്രിക്ഷനുമാണ് സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെ വെല്ലുവിളിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മികച്ചവരാവട്ടെ, മുന്നോട്ട് പോകട്ടെ. ദൃശ്യ സിനിമ 3 എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. സിനിമ എന്നുള്ള നിലയ്ക്ക് 10ൽ 8 to 10 സ്റ്റാർ കൊടുക്കാം. ഒരു റിയൽ സ്റ്റോറി, ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നല്ല ഒരു ലിജൻഡ് ചിന്താഗതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10ൽ 5 സ്റ്റാർ കൊടുക്കുക സിനിമയ്ക്ക്. അതിനപ്പുറം ഒന്നും സിനിമയ്ക്കില്ല. പക്ഷെ 98% പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രം എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ പോയി കാണുക.
മലയാള ഇൻഡസ്ട്രി ആദ്യത്തെ 500 കോടി രൂപയിൽ ദൃശ്യം 3 കൂടി എത്തട്ടെ. മോഹൻലാൽ എന്ന് പറയുന്ന നടന വിസ്മയം ഉയരട്ടെ. കമലഹാസൻ ദൃശ്യത്തിന്റെ സിനിമ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിന്റെ തെലുങ്ക് പതിപ്പ് ചെയ്യുമ്പോൾ തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ഈ മോഹൻലാലിനെ അടിക്കുന്ന ദൃശ്യം 2 ഒരു സീനുണ്ട്. അപ്പോൾ തന്റെ കുടുംബത്തെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്നുമില്ല എന്ന് കാണിക്കുന്ന സീനുണ്ട്. ചിരിച്ചിട്ട് ഒന്നുമില്ല, സേഫ്റ്റിയാണ്, പേടിക്കേണ്ട മക്കളെ എന്ന് കാണിക്കുന്ന സീനുണ്ട്. ആ സീൻ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അന്നേരം പറഞ്ഞു, എനിക്കത് പറ്റില്ല, അത് ആ ലിജൻഡിന് മാത്രം ഉള്ളതാണ്, എന്നെ കൊണ്ട് അതാവൂല, അത് അദ്ദേഹം ലിജൻഡാണ്, അദ്ദേഹത്തിന് പറ്റും, ഞാൻ ചെയ്യാതാൽ അത് എവിടെയോ ഒരു പരാജയം പോലെ ആവും. അദ്ദേഹം ആ സീനിൽ നിന്ന് പിന്മാറി. സിനിമയിൽ നിന്നല്ല, ആ സീൻ ക്രോസ് ചെയ്യാൻ പറഞ്ഞു, കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ പടം അവിടെ ഹിറ്റാണ്. ഇനി അങ്ങനെയും ഒരു ഓർമ്മ പുതുക്കൽ ദൃശ്യം 2 പിന്നെ അതുപോലെ തന്നെ കമലഹാസൻ അഭിനയിച്ച സിനിമ ഞാൻ പല പ്രാവശ്യം മാറി മാറി കണ്ടു. കമലഹാസൻ എന്നുള്ള നടൻ എവിടെയോ ആണ്. മോഹൻലാലോട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മോഹൻലാലിനേക്കാൾ 1000 മടങ്ങാണ് കമലഹാസൻ എന്ന് പറയുന്ന നടൻ. എല്ലാ മേഖലയിലും സിനിമ, നടൻ, ആക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ, ന്യൂ ടെക്നോളജി, മേക്ക് ഓവർ, കോസ്റ്റ്യൂം ഡിസൈനർ, ഇനിയിപ്പോൾ പറയാനൊന്നുമില്ല. എല്ലാ മേഖലയിലും അദ്ദേഹം ജീനിയസ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ദൃശ്യമായിട്ടുള്ള മോഹൻലാലിന്റെ ചില സീനുകളുമായിട്ട് കമ്പയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ട് മോഹൻലാൽ ഒരുപടി ബെറ്ററാണ്. ഈ ദൃശ്യ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ മോഹൻലാൽ ഒരുപടി ടോപ്പിലാണ്. അത്രയ്ക്കാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഗ്രാസ്. ആ ഗ്രാസിനെ ബേസ് ചെയ്താണ് ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രേക്ഷകരെ ബെസ്റ്റ് വേ. ഇതെല്ലാം ഞാൻ ഇതെല്ലാം നിങ്ങൾ പറയുന്ന യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ നടന്ന സംഭവങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞതല്ല, അവരോട്ട് അഭിനയിച്ചവർ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഗ്രാഫുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ. അത്രയും ഗ്രാഫിന്റെ മുകളിലാണ് അദ്ദേഹത്തിന്റെ നടന അഭിനയ മികവ്. ആ അഭിനയ മികവിനപ്പുറം മറ്റു പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മോഹൻലാലിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ കാര്യത്തിലൊക്കെ നമ്മൾ നോക്കിയ കമലഹാസൻ മോഹൻലാലൊക്കെ 50,000 വർഷത്തിന് മുമ്പിലാണ്. കമലഹാസൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ 50,000 വർഷത്തിന് മുമ്പിലാണ്. അത് വേറെ കാര്യം, അത് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, അതങ്ങനെ നിന്നോട്ടെ. പക്ഷെ ഈ ദൃശ്യ സിനിമയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ലോകം മൊത്തം ഇപ്പൊ ഇഷ്ടപ്പെടുന്നത് ഈ സിനിമയിൽ കൂടി തന്നെയാണ്. പിന്നെ അത് ബേസ് ചെയ്തിട്ട് എല്ലാ സിനിമകളും കാണും മറ്റെല്ലാ പ്രേക്ഷകരും. അത്രയ്ക്ക് എക്സലന്റ് ആണ് നടന വിസ്മയം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അഴിഞ്ഞാട്ടവും അതിന് ചുറ്റിപ്പറ്റി വരുന്ന എല്ലാ കഥാപാത്രങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഒരിക്കൽ കൂടി നല്ല രീതിയിൽ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ദൃശ്യ സിനിമ മലയാള ഇൻഡസ്ട്രി കീഴടക്കി. മലയാള ഇൻഡസ്ട്രിയിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ മലയാള ഇൻഡസ്ട്രിയിൽ 500 കോടി ക്രോസ് ചെയ്യുന്ന ആദ്യത്തെ ചിത്രമാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.